ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക്, അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങുമാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇത് എല്ലാവരുടെയും എനർജിയായിട്ട് 100% ഒന്നും മാച്ച് ചെയ്യണമെന്നില്ല. നമ്മളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. മൈൻഡൊക്കെ വളരെ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി അയാൾ വേറൊരു രീതിയിൽ ട്രാപ്പിലായിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരണമെന്നോ അതല്ലെങ്കിൽ അയാളിപ്പോൾ നിങ്ങളുടെ അതായത് അയാളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടണമെന്ന് വളരെയധികം ആഗ്രഹം കണ്ട്, പക്ഷേ അയാൾ അവിടെ എന്തൊക്കെയോ ഈ ഇമോഷൻസ് വെച്ചിട്ടാണോ അതോ ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്താണെന്നറിയില്ല, അയാൾക്ക് എന്തോ ഒരു കാര്യം അയാൾ അങ്ങോട്ടേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അയാൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് വെളിയിൽ ചാടാൻ. പക്ഷേ അയാൾക്ക് അതിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല. അയാൾ അവിടെ കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ആണ്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കുന്നുണ്ട് അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് എന്താ പറയുക, എല്ലാം അയാളും അടുത്തു, എല്ലാത്തിൽ നിന്നും അയാളും അടുത്ത് എല്ലാം മനസ്സിലാക്കി ഇപ്പോൾ ഒരു അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് അയാൾ അതിലോട്ട്, അതായത് കംപ്ലീറ്റ്ലി ഇനി ഞാൻ അങ്ങോട്ട് ആ ഒരു ജീവിതം തന്നെ നയിക്കുമെന്നല്ല, ചിലപ്പോൾ അയാളുടെ ഒരു അവസ്ഥ കൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നതാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അയാളുടെ കുറ്റങ്ങളും തെറ്റുകളും എല്ലാം അയാൾ ഓരോന്നായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അയാൾ അവിടെ എന്താ പറയുക, എല്ലാം ആ ഒരു രീതിയിൽ വിഷമിച്ചും സഹിച്ചും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ ആ ഒരു അതായത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജിയും നിങ്ങളെ മിസ് ചെയ്യുന്നത് നിങ്ങളോട് കാണിച്ചതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അയാൾ ചിലപ്പോൾ ജോലിപരമായിട്ടും അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും അയാൾ മാറി നിൽക്കുന്നത്. അതായത് നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് അയാൾക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് പോരാൻ പറ്റാത്ത ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ അവിടെ നിൽക്കുന്നത്. പിന്നെ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അയാൾക്ക് ഒരുപാട് ഉള്ളിൽ വിഷമമുണ്ട്. അയാൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും വിഷമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പറ്റുന്നില്ല. അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട്, അതായത് ചിലപ്പോൾ ഇയാൾ തന്നെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഉപേക്ഷിച്ച് പോയതായിരിക്കാം. അപ്പോൾ അതൊക്കെ അന്ന് അയാൾ ചെയ്ത ആ ഒരു കുറ്റവും കാര്യങ്ങളൊക്കെ ഓർത്ത് അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ ഓരോ പ്രവൃത്തികളും ഓർത്ത് അയാൾ നെഞ്ചുരുകി നിൽക്കുകയാണ്. ബിക്കോസ് അയാളുടെ ഉള്ളിൽ ആ ഒരു നിങ്ങളോടുള്ള തെറ്റ് ചെയ്ത ആ ഒരു കാര്യം ശരിക്കും കുത്തി നോവിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമാണെങ്കിലും അയാൾക്ക് അവിടെ ഒരുപാട് ഭാരങ്ങൾ അയാൾ ചുമക്കുന്നുണ്ട്. അപ്പോൾ അത് അയാൾക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അയാൾക്ക് അവിടെ നിൽക്കേണ്ട ഒരു ഗതികേടാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ആ ഒരു പേഴ്സൺ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അയാൾക്ക് നിങ്ങളുടെ ആ ഒരു എനർജിയും നിങ്ങളുടെ ഇമോഷൻസും എല്ലാം അയാൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര പ്ലസൻ്റായിട്ട് നല്ല ഒരു എല്ലാ കാര്യങ്ങളും വളരെ നല്ലോണം ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു പോസിറ്റീവ് നല്ല രീതിയിലുള്ളൊരു എനർജിയൊക്കെ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ബ്രേക്കപ്പ് ടൈമിലാണെങ്കിൽ കൂടെ തന്നെയും നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ആ ഓരോ സമയങ്ങളും കാര്യവും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അയാളുടെ മെമ്മറീസൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അയാൾക്ക് എനർജി സെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് ആ ഒരു എനർജി, അതായത് അതല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ വല്ലപ്പോഴൊക്കെ നിങ്ങളെ ചിലപ്പോൾ വിളിക്കുന്നുണ്ടായിരിക്കും ഇടയ്ക്ക്, അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെയൊക്കെ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ വേണ്ട, നോർമൽ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ അയാൾക്കൊരു എനർജി സെൻഡ് ചെയ്ത്, അപ്പോൾ ആ ഒരു എനർജിയിൽ കിട്ടിക്കൊണ്ട് അയാൾ എവിടെയാണോ ഡൗൺ ആയിട്ട് നിൽക്കുന്നത് അവിടെ നിന്ന് അയാൾക്കൊരു എനർജി കിട്ടി അയാൾ ചാടി അയാളുടെ കുറേ കൂടെയൊക്കെ ബ്രൈറ്റായിട്ട് ഇപ്പോൾ അയാളുടെ ലൈഫിൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വലിയ താല്പര്യം ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു തോട്ട്സും നിങ്ങളുടെ എനർജിയൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളുടെ മറ്റുള്ള മെമ്മറീസിലൊക്കെ അയാൾ കുറേ കൂടെ എനർജറ്റിക് ആയിട്ട് അയാളുടെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ അവിടെ നോക്കും. അപ്പം
നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ചുമ്മാ ഇരുന്നുകൊണ്ട് ആ ഒരു പേഴ്സണെ പറ്റി എപ്പോഴും ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ ഒരു പേഴ്സൺ ആ ഒരു എനർജി അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിരിക്കും, ഹായ് എന്ന് പറഞ്ഞ് നിങ്ങളയക്കും. ചിലപ്പോൾ അയാൾ അയക്കണമെന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ എവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അയക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ അയാൾ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു അത്രയും ഒരു ഇത് മതി അയാൾക്ക് ചാർജ് ആവാൻ, റീചാർജ് ആവാൻ. അയാൾക്ക് പിന്നെ അയാൾ പോവുകയാണ്, പിന്നെ അയാളുടെ ലൈഫ് സെറ്റ് ചെയ്ത് പിന്നെ അയാൾ ഡൗൺ ആകുമ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് വരും. ശരിക്കും ഒരു എനർജി വാമ്പയറാണ് അയാൾ. അപ്പോൾ നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാം തന്നെയും കിട്ടി, നിങ്ങൾ എന്താ പറയുക എല്ലാമൊക്കെ മനസ്സിലായി വളരെ സമാധാനത്തോടും ഇനി എല്ലാം വളരെ ഫ്രീ ആയിട്ട് എല്ലാം ബാലൻസ്ഡായി, മനസ്സിലായി. അപ്പോൾ ഈ ഒരു പേഴ്സൺ ലൈഫിൽ ഉണ്ടായി വന്നു പോയി എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ എനർജീസ് എല്ലാം ബാലൻസ്ഡ് ആണ്. നിങ്ങളിപ്പോൾ എല്ലാം ആ ഒരു മൈൻഡ് സെറ്റിലാണ് എടുത്തിരിക്കുന്നത്. എങ്കിൽ വരുന്നെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ പോകണമെങ്കിൽ പോട്ടെ, ഓക്കെ ആ ഒരു മെസ്സേജ് ഓക്കെ അങ്ങനെ വെച്ചാൽ നിങ്ങൾ മൈൻഡ് കൊണ്ട് എല്ലാം സെറ്റായി ഹീൽഡ് വേർഷനാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു ബാലൻസിങ് എനർജിയിലാണ്. അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ അയാളുടെ കാമിക്കും അങ്ങനെയുള്ള കാര്യങ്ങളും അയാളുടെ പ്രോബ്ലംസും കർമാസും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ അതിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾക്ക് അവിടെ സ്ട്രഗിളിങ് കൂടുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ എനർജീനെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അയാൾ ആഗ്രഹിക്കുന്നത്. ഉടനെ അയാൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി അങ്ങോട്ട് എനർജി സെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അയാൾ ഉടനെ പോസിറ്റീവ്. അപ്പോൾ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിൽക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജീനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങൾ വേറെ ആരുമായിട്ട് അതായത് ഈ ഒരു പേഴ്സണ് നിങ്ങൾ എനർജി കൊടുത്ത് അയാളെ മെൻ്റലി ഇമോഷണലി നമ്മൾ കൊടുക്കുന്നതല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി അതങ്ങനെ ആവുന്നതാണ്. അപ്പോൾ അയാളെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. വേറെ എനർജി വാമ്പേഴ്സ് വന്ന് നിങ്ങളുടെ എനർജി കൊണ്ടുപോകാതെ നിങ്ങളുടെ ഓറ നല്ല ഇതിലാക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിനെ അതായത് നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ വളരെ സിൻസിയറായിട്ടും വളരെ സ്നേഹത്തോടും എല്ലാം വളരെ കരുതലോടും കൂടെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായത് അതായത് നമ്മുടെ കയ്യിൽ നമുക്കിഷ്ടമുള്ള ഒരു സാധനം തരുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ അതിനെ സ്നേഹിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളതിനെ കൊണ്ടുപോകുന്നു, അതുപോലെ തന്നെയാണ് അത്രയും നല്ലൊരു ഇമ്പോർട്ടൻസിലും അത്രയും സ്നേഹത്തോടു കൂടെ നിങ്ങളെല്ലാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നൽകി അത്രയും ആത്മാർത്ഥതയിൽ അത്രയും സിൻസിയറായിട്ടും യാതൊരുവിധ കള്ളത്തരവും ഇല്ലാത്ത എല്ലാ ഫീലിങ്സിലും എല്ലാ ഇമോഷൻസിലും കൂടെ നിന്നും അതുപോലെ തന്നെ ഫിനാൻസ് വൈസും എല്ലാ തരത്തിലും മെൻ്റലിയും ഫിസിക്കലി ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്നതാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ അയാൾ വേറെ എന്തോ ഒരു കാര്യത്തിലോട്ട് അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അയാൾ എങ്ങോട്ടോ മാറിപ്പോയി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ആ ഒരു ഇതിൽ ആ ഒരു വ്യക്തി നിൽക്കുമ്പോൾ അയാൾക്ക് കൊടുത്തിരുന്ന ആ ഒരു സ്നേഹമൊക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അയാൾ ശരിക്കും പറഞ്ഞാൽ എവിടെയോ പെട്ടെന്ന് വെച്ചാൽ അയാൾക്ക് വരണമെന്നുണ്ട്, പക്ഷെ വരാൻ പറ്റുന്നില്ല. അയാൾ എന്തൊക്കെയോ ഒരു എനർജി അവിടെ അയാൾ ഫോഴ്സ്ഫുള്ളി അവിടെ പിടിച്ച് നിർത്തിയിരിക്കുവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അയാൾക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു, എത്ര ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ സ്നേഹിച്ചിരുന്നത് എന്നൊക്കെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അത്രയും ഹാർഡ് വർക്കിലൂടെയും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും മിക്കവാറും ഈ റിലേഷൻഷിപ്പിന് അതേ രീതിയിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി. ഒരുപാട് ഫിനാൻസൊക്കെ ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാകും, അതല്ലെങ്കിൽ ഇമോഷണലി നല്ല രീതിയിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിനെ എല്ലാ തരത്തിലും ഭയങ്കര അതായത് ചിലപ്പോൾ അയാൾക്ക് ജോലി ഇല്ലാതിരുന്നൊരു സമയത്തോ ഒക്കെ നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ ഒരു പേഴ്സണെ. അപ്പോൾ അതൊക്കെ ആ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഓർത്തിട്ട് അയാൾക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ എന്ത് ഇത് കൊടുത്താലും ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ അയാൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് മാറി നിങ്ങളുടെ അടുത്തോട്ട് വരാൻ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു എനർജിയുടെ ആ ഒരു പ്രസൻസ് അയാൾക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലോട്ട് വരണമെന്നും ഒരു റീയൂണിയൻ അതല്ലെങ്കിൽ സംസാരിക്കണമെന്നൊക്കെ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുവാണെങ്കിൽ മാത്രമേ അയാളുടെ ജീവിതത്തിൽ ഒരുമാതിരിപ്പെട്ട നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അയാൾക്കൊരു സമാധാനമൊക്കെ കിട്ടുന്നതായിട്ട് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പ്രസൻസ് അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അയാൾ ആഗ്രഹിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ നല്ലൊരു ലൈഫും നല്ലൊരു കാര്യമൊന്നും അല്ല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് അതിൻ്റേതായ ഒരു കുറ്റബോധം ഉണ്ട്. നിങ്ങളുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങളെങ്ങനെ പ്രതികരിക്കുക എന്നൊക്കെ ഓർത്ത് അയാൾ ഒരുപാട്
അതായത് നിങ്ങൾ എല്ലാം ബാലൻസ് ചെയ്തും നല്ല രീതിയിൽ പോകുന്നൊരു എനർജി ആയതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇതൊക്കെ ചിലപ്പോൾ അയാൾ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയൊക്കെ അറിയുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ അത്രയും ഹാപ്പി ആയിട്ടൊക്കെ നടക്കുമ്പോൾ ഇയാൾക്കൊരു ചമ്മലുണ്ട്, അല്ലെങ്കിൽ ഒരു നാണക്കേടുണ്ട് നിങ്ങളിലോട്ട് തിരിച്ചു വരാനും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും എന്നൊക്കെ ഓർത്ത് അയാൾക്കുള്ളിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഉള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അയാൾക്ക് തിരിച്ചു വരുമ്പോൾ ഒരു നാണക്കേടുണ്ട് അയാൾക്ക്, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അയാളില്ലാത്തൊരു ലൈഫ് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അയാൾ വേറെ എന്തിലോട്ടോ അയാളുടെ ജീവിതം കൊണ്ടിട്ടിട്ട് അവിടെ അയാൾ രക്ഷപ്പെടുമെന്നോർത്ത് പോയ സ്ഥലത്ത് ഫുൾ ട്രാജഡിയും കാര്യങ്ങളും നടന്നുകൊണ്ട് തിരിച്ച് എന്ത് മുഖം വെച്ച് അയാൾ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നൊക്കെ ഓർത്തിട്ട് അയാൾ ഒരുപാട് നാണക്കേടിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം നാണക്കേടും വിഷമവും എല്ലാം ആ ഒരു പേഴ്സണിൻ്റെ ലൈഫിലിപ്പോൾ ഉണ്ട്. അതുപോലെ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ച് വരണമെന്നുള്ളിലുണ്ട്. കാരണം വെച്ചാൽ നിങ്ങളെന്ന് പറയുന്ന എനർജി വളരെ സപ്പോർട്ട് ചെയ്തും എല്ലാ തരത്തിലും ഒക്കെ എല്ലാം, അതായത് ഇതിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെയും നിങ്ങളെ അത്രയും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ അടുത്ത് ഈ ഒരാളുടെ അടുത്ത് മാത്രമല്ല വേറെ ആരുടെ അടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടോ ഇന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ തിരിച്ച് അതുപോലെ ഉപദ്രവിക്കാനുള്ള ഒരു മൈൻഡുള്ള ഒരാളല്ല. നിങ്ങളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടും വളരെ എന്താ പറയുക ഭയങ്കര എമ്പതായിട്ടൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എല്ലാവരുടെ വിഷമങ്ങളും മനസ്സിലാക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആർക്കും ചീത്തത് വരാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. നമ്മളോട് ചീത്തത്തരം കാണിച്ച ആൾക്കാരുടെ അടുത്ത് പോലും നമ്മൾ സ്നേഹത്തോട് മാത്രമേ പെരുമാറത്തുള്ളൂ. അത്രയ്ക്കൊരു നല്ലൊരു എനർജി ഉള്ളൊരു ആളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ജീവജാലങ്ങളോടും നിങ്ങൾക്ക് വളരെ സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെയാണ്. അത് ആ ഒരു വ്യക്തിക്ക് അറിയാം, അതാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ്. അപ്പോൾ എന്തൊക്കെ കാണിച്ചാലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒരു സെൻറ്റി ഡയലോഗോ അല്ലെങ്കിൽ ഒരു കുറച്ച് കരച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അയാളുടെ വശത്താക്കാം എന്നൊക്കെ ഒരു ധാരണ ആ ഒരു പേഴ്സണുണ്ട് എന്തൊക്കെ കാണിച്ചാലും. അപ്പോൾ അത് എന്തൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് കാണിച്ചാലും നിങ്ങൾ അത് എന്താ പറയുക, നിങ്ങളൊരു പാവം സോളായതുകൊണ്ട് നിങ്ങൾ അതിനെ ആ ഒരു രീതിയിൽ കാണിക്കത്തുള്ളൂ. നിങ്ങൾ തിരിച്ചൊരു എതിർത്തൊരു മോശമായ ഒരു വാക്ക് പോലും പറയില്ല എന്നറിയുന്നത് കൊണ്ട് അതും അയാൾക്കൊരു ഇതാണ്. കാര്യം എന്ന് വെച്ചാൽ ഓക്കെ ഞാൻ എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നൊരു മൈൻഡും ഉണ്ട് അയാളുടെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് അയാൾക്കറിയാം നിങ്ങളുടെ അടുത്തോട്ട് അയാൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അയാളെ അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുന്നതെന്ന്. അതായത് നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് സാരയില്ല പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 80 കൂടെ ആയതുകൊണ്ട് നിങ്ങൾ വലുതായിട്ട് കുറ്റപ്പെടുത്തുകയൊന്നുമില്ല. പക്ഷേ അയാൾക്കുള്ളിൽ സ്വന്തമായിട്ട്, അതായത് നമ്മൾ എത്രയൊക്കെ ആരോടെങ്കിലുമൊക്കെ കാണിച്ചാലും നമുക്കുടേതായിട്ടുള്ളൊരു ബോധം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ കുറ്റം ചെയ്താൽ നമ്മൾ വെളിയിൽ എനിക്ക് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞ് നടന്നാലും നമ്മൾ നമ്മുടെ മൈൻഡിൻ്റെ അടുത്ത് കുറ്റക്കാരാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അയാൾക്ക് ഭയങ്കര ചമ്മലുണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുള്ളതിൽ. പക്ഷേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ സ്വീകരിക്കുന്ന അയാൾക്കറിയാം. കാരണം വെച്ചാൽ നിങ്ങൾ അത്രയ്ക്ക് എമ്പതും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അയാൾക്ക് മെസ്സേജ് ചെയ്യുകയോ എടുക്കുകയോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് അങ്ങോട്ട് പോവാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അയാളൊരു എനർജി വാമ്പിയർ ആണ്. അയാൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അയാൾ നിങ്ങളുടെ അടുത്തോട്ട് വരിക. അപ്പോൾ നിങ്ങൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു പേഴ്സൺ ഇനി തിരിച്ചു വരുമ്പോൾ പെരുമാറാനും സംസാരിക്കാനും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയോ അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ആ ഒരു എനർജി അയാൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ നിങ്ങളുടെ കാര്യങ്ങൾ ഓർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.